ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ ഓഫീസർ തസ്തികയിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഒട്ടനവധി അലവൻസും അത്യാവശ്യം നല്ല സാലറിയും പ്രൊമോഷൻ സാധ്യതയ്ക്കുള്ള പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് തന്നെ നിങ്ങളെ നിങ്ങളെ പ്ലേസ് ചെയ്യുന്നത് ലെഫ്റ്റനൻറ്റ് എന്ന് പറയുന്ന തസ്തികയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എൻട്രി പോസ്റ്റ് തന്നെ ലെഫ്റ്റനൻറ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് നമുക്ക് ലെഫ്റ്റനൻ്റ് ആയിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ക്യാപ്റ്റൻ, പിന്നെ അത് കഴിഞ്ഞ് 6 വർഷമാണെങ്കിൽ മേജർ, പിന്നെ അതുപോലെ ലെഫ്റ്റനൻറ്റ് കേണൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കൂടെ കാണാം ആർമി ചീഫ് വരെ ആകാനുള്ള പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്. ആ പ്രൊമോഷൻ സാധ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കാണാം അതിൻ്റെ പേ ലെവൽ മാറും. ലെഫ്റ്റനൻറ്റ് 10 ആണെങ്കിൽ മറ്റേത് ക്യാപ്റ്റൻ 10B ആകും, പിന്നെ മേജറിലേക്ക് വരുമ്പോൾ 11 ആകും. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് ഈ പേ ലെവൽ മാത്രമേ, ഇപ്പോൾ നമ്മൾ ആർമി ചീഫൊക്കെ ആകുമ്പോൾ 2.5 ലക്ഷം പെർ മന്ത് നമുക്ക് ഫിക്സഡ് എമൗണ്ട് ലഭിക്കും. ഇനി അത് മാത്രമല്ല, ഈ ഒരു പേ ലെവലിന് അല്ലെങ്കിൽ പേ സ്കെയിലിന് പുറമെ ഒട്ടനവധി MSP, അതുപോലെ നിങ്ങൾക്ക് അതർ അലവൻസിൽ ഒരുപാട് കാറ്റഗറി, ഓക്കെ, ക്വാളിഫിക്കേഷൻ ഗ്രാൻഡ്, അതുപോലെ നിങ്ങൾക്ക് ഫീൽഡ് ഏരിയ അലവൻസ്, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അലവൻസും കാര്യങ്ങളും, യൂണിഫോം അലവൻസ്, അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ്, ഓക്കെ, അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെ ഒരുപാട് ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അലവൻസും കാര്യങ്ങളും ബെനിഫിറ്റുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ വിട്ട് കളയേണ്ട. കാരണം നമുക്കിതിൽ കയറി കഴിഞ്ഞാൽ പ്രൊമോഷൻ സാധ്യതയും എല്ലാവരും കൊതിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോയുടെ ഡ്യൂറേഷനൊക്കെ കൂടും. അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ച് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, പിന്നെ നമ്മളൊരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയും പാടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്ലൈ ചെയ്യുന്ന അതിൽ ക്ലിക്ക് ചെയ്താലും GOCL Agilante നമ്മുടെ ഹോം പേജ് കയറാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി GOCL Agilante. അപ്പോൾ ഇവിടെ കാണാം ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഹോം പേജ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണ് നിങ്ങളുടെ ഫോണെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നമ്മുടെ GOCL Agilante എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗൂഗിൾ പ്ലേ എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് GOCL Agilante ടൈപ്പ് ചെയ്താൽ മതി. ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇത് വെബ്സൈറ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പ് ലഭിക്കും. അത് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ലഭിക്കുക. അപ്പോൾ ഓപ്പൺ ഗ്രൂപ്പ് ആയിരിക്കും. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ അവിടെ ഉണ്ടാവും. അത് നമുക്ക് ഡിലീറ്റ് ഒന്നും ആയിപ്പോയില്ല. വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് പിന്നെ അത് ഡിലീറ്റ് ആയിപ്പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഓപ്പൺ ഗ്രൂപ്പ്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പോകാനും അതിൽ സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ അതിൽ പർച്ചേസ് ചെയ്യുന്ന 499 50% ഓഫ് കൊടുത്തിട്ട് ഇനി എക്സ്ട്രാ ഒരു കൂപ്പൺ കോഡുണ്ട്. ഇവിടെ ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ കൂപ്പൺ അടിച്ചാൽ മതി. അതായത് GOCL ക്യാപിറ്റൽ ലെറ്ററിൽ GOCL അടിക്കുക, എന്നിട്ട് സ്പേസ് ഇടാതെ 40 അടിക്കുക, എന്നിട്ട് അപ്ലൈ കൊടുത്താൽ 200 രൂപയും കൂടെ നിങ്ങൾക്ക് ഇതൊന്ന് മൈനസ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇങ്ങനെ, അപ്പോൾ LNT വേക്കൻസി ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്താണ്. അപ്പോൾ LNT വേക്കൻസി ഇത് PDF ആണ്. ഇത് PDF ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് എഞ്ചിനീയർ വേക്കൻസികൾ. ഇവിടെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എന്താണ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, അതിൽ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, LNTൻ്റെ, അതൊക്കെ LNTൻ്റെ ആണ്. ദെൻ നിങ്ങൾക്ക് അഷുറൻസ് ആൻഡ് ഓപ്പറേഷണൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിലേക്ക് നിങ്ങൾക്ക് CA ആണ്, 0 to ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്, 2 to 4 year എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് യാതൊരു ആഡോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ലിങ്കുകളാണ് അപ്ലൈ ചെയ്യാനുള്ള. അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഫോൾഡർ വൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. വീണ്ടും ഹോമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇതവിടെ മെയ് ജോബ്സ്, നമ്മൾ മെയ് മന്തിലെ ജോബ്സാണ്. BTech ജോബ്സ്, അതുപോലെ ഡിപ്ലോമ ജോബ്സ്, ITI ജോബ്സ്, 10th ജോബ്സ്, അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ജോബ്സാണ്. PG, അതുപോലെ അപ്രന്റീഷിപ്പ്, ഇൻറ്റേൺഷിപ്പ്, ഡിഗ്രി ജോബ്സ്, എയർപോർട്ട് ജോബ്സ്. ഇപ്പോൾ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു PDF ഉണ്ട്, അതിൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്സ്, നമ്മുടെ കൊച്ചിയിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ജോബ് ഫെയർ ഉണ്ട്. ഓക്കെ, ജോബ് ഫെയർ നടക്കുന്നുണ്ട്, അതിൻ്റെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ കമ്പനികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് വളരെ നമ്മുടെ ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ഒരു കൂപ്പൺ ആദ്യത്തെ 100 പേർക്കാണ്. അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർമിയുടെ നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ അൺമാരീഡ് മെയിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഫോർ നിങ്ങൾക്ക് 140 ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് TGC എന്നാണ് അതിന് ഷോർട്ടായിട്ട് പറയുന്നത്. TGC 42 ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പം അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോ മാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജനുവരി 2026 ഇതിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിൽ വെച്ചായിരിക്കും. ഇത് പെർമനൻറ്റ് കമ്മീഷനാണ് വിളിച്ചിരിക്കുന്നത്, ഷോർട്ട് സർവീസ് കമ്മീഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഏജ് ലിമിറ്റ് ആണെങ്കിൽ മിനിമം 20, മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം ഇതിനൊക്കെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 20 ടു മാക്സിമം 27 ആണ് ഏജ് ലിമിറ്റ് വരേണ്ടത്. 1/6/2026 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനെ കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതായത് 2.4 കിലോമീറ്റർ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡ് 10 മിനിറ്റും 30 സെക്കൻഡ് കൊണ്ട് ഓടിയെത്താൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ പുഷപ്പ്, പുള്ളപ്പ്, സിറ്റപ്പ്, അതായത് സ്ക്വാട്ട്, അതുപോലെ ലങ്സ്, അതുപോലെ സ്വിമ്മിങ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഇനി MSc കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കും ഇനി അല്ലെങ്കിൽ MSc വേക്കൻസി ഉണ്ട്, അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയറിലോ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫൈനൽ സെമസ്റ്റർ അല്ലെങ്കിൽ ഫൈനലിൽ പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 ജനുവരി 2026 എന്ന് പറയുന്ന ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ. അപ്പോൾ ഈ 1 ജനുവരി 2026 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് നമുക്ക് മാർക്ക് ഷീറ്റൊക്കെ നമുക്ക് എന്താണ് ആ ഒരു ഡേറ്റിനെ അടിസ്ഥാനമാക്കി സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആകും എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന IMAയിൽ ജോയിൻ ചെയ്ത് 12 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഓർക്കുക. അതായത് ഓൾറെഡി നിങ്ങൾ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരാണെങ്കിൽ 1 ജനുവരി 2026 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമൊക്കെ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് റിസൾട്ട് വന്ന് നമുക്ക് അതിൻ്റെ പ്രൂഫൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് 12 ആഴ്ചയുടെ ഉള്ളിൽ നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരാണെങ്കിൽ. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന നിങ്ങൾക്ക് ജനുവരി 2026 അതായത് ജനുവരി 1, 2026 ശേഷമാണ് നിങ്ങളുടെ എക്സാം കാര്യങ്ങൾ സെമസ്റ്റർ എക്സാമൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. 2026 ജനുവരി 1 ശേഷമാണ് നിങ്ങളുടെ എക്സാമൊക്കെ വരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നത്, പക്ഷേ 2026 ജനുവരി 1 ശേഷമാണ് നിങ്ങളുടെ എക്സാമൊക്കെ ഷെഡ്യൂൾ ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടില്ല. അതായത് ജനുവരി 1, 2026 മുൻപ് നിങ്ങളുടെ എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കോർ എഞ്ചിനീയറിംഗ് സ്ട്രീമും അതുപോലെ നമ്മുടെ AICTE ലിസ്റ്റഡായുള്ള സ്ട്രീമും അതുപോലെ ഇക്വലൻ്റ് എഞ്ചിനീയറിംഗ് സ്ട്രീമും വേക്കൻസീസും കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിവിലിലേക്ക് സിവിൽ, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജിയും വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 8 വേക്കൻസിയാണ്, ലിമിറ്റഡ് വേക്കൻസി ആയിരിക്കും കേട്ടോ ഇതിലേക്ക്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാനുള്ള അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് അതിലേക്ക് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ മാത്രമല്ല MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും MSc കമ്പ്യൂട്ടർ ടെക്നോളജി കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ MSc IT കഴിഞ്ഞവർക്കും MSc ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊക്കെ ഇതെല്ലാം ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ കേട്ടോ. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് അതുപോലെയാണ്. ഇതിൻ്റെയൊക്കെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം വേക്കൻസിയാണ്, നിങ്ങൾ നോക്കണ്ട, അതിനനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് ഇലക്ട്രോണിക്സിലും അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം വിവിധ ഡിസിപ്ലിൻ്റെ. അതിൽ MSc ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ MSc കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MSc മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഞാൻ കാണുന്ന PG ഒക്കെ ഞാൻ പറയുന്നുണ്ട്, അല്ലാതൊക്കെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. ഇത് മെക്കാനിക്കലാണെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6 വേക്കൻസിയാണ്. അതിലേക്ക് നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് മിസ്ലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ആണ്. അത് വിവിധ കാറ്റഗറി അതിൽ വരും. അതിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചർ ഉണ്ട്. ഓക്കെ. അതുപോലെ ആർക്കിടെക്ചറൽ അസിസ്റ്റൻഷിപ്പ്, അങ്ങനെ അതിൻ്റെ തന്നെ വിവിധ ഇക്വലൻ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ, അങ്ങനെ കുറേ സംഭവം ഇതിൽ വരുന്നുണ്ട് കേട്ടോ, കുറേ കാറ്റഗറി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതിൽ 2 വേക്കൻസിയാണ്. അങ്ങനെ നമുക്ക് ആകെ 30 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്തതായിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും ആദ്യം. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ കിട്ടിയിരിക്കുന്ന മാർക്ക്, അതുവരെയുള്ള മാർക്ക് എല്ലാം കൂടെ നോക്കിയിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളവർക്കായിരിക്കും ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന SSBക്ക് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൻ്റെ മാർക്ക് വരെയുള്ള ഉണ്ടാവും. എന്നാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ 6ാമത്തെ സെമസ്റ്റർ വരെയുള്ള മാർക്ക് ടോട്ടൽ നോക്കും. ഇനി ഇയർ വൈസ് ആണെങ്കിൽ 3rd ഇയർ വരെയുള്ള മാർക്ക് ടോട്ടലായിട്ട് നോക്കും. ഇനി BRക്കൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് 8ാമത്തെ സെമസ്റ്റർ അല്ലെങ്കിൽ 4ാമത്തെ ഇയർ ആണ് അവർ അതിൻ്റെ മാർക്ക് വരെയുള്ളതാണ് കൂട്ടുക. ഇനി MSc ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ മാർക്ക് വരെയുള്ളതാണ് കൂട്ടുക. അങ്ങനെ വെച്ചിട്ടായിരിക്കും ഇതിലേക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇതിലേക്ക് SSBക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക. ഓക്കെ. ആ ഒരു കട്ട് ഓഫിൽ നമ്മൾ വന്നാൽ ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടും. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സെൻട്രൽ അലോട്ട്മെൻറ്റ് നമുക്ക് മെയിൽ വഴി നമ്മൾ അറിയിക്കും. അങ്ങനെ മെയിൽ വഴി അറിഞ്ഞാൽ നമ്മൾ SSBയുടെ ഡേറ്റ്, നമ്മൾ ഈ പറയുന്ന ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് SSBയുടെ ഡേറ്റ് നമുക്ക് എന്നാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കാം. അതായത് ഫസ്റ്റ് വരുന്നവർക്ക് ഫസ്റ്റ് എന്നുള്ള ലെവലിലാണ് അത് കൊടുക്കുന്നത്. നമ്മൾ അഥവാ അങ്ങനെ കൊടുക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. ആദ്യം നമ്മൾ അങ്ങനെ നമുക്ക് മെയിലൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ SSBയുടെ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഏതെങ്കിലും ഒരു സെൻറ്ററിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു സെലക്ഷൻ സെൻറ്റർ വരിക. ഒന്നെങ്കിൽ പ്രയാഗ്രാജ് UP അല്ലെങ്കിൽ ഭോപ്പാൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ജലന്ധർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും നമ്മളെ ആ ഒരു സെലക്ഷൻ സെൻറ്ററിൽ. നമുക്ക് ആ ഒരു ബോർഡിൽ അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂയിങ് ഓഫീസർ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അത് നമുക്ക് ഏകദേശം 5 ദിവസം വരുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ SSB ഇൻ്റർവ്യൂ. അതിൽ 2 സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം. സ്റ്റേജ് 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേജ് 2ലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് മറ്റ് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് SSB ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ SSB ഇൻ്റർവ്യൂവിൽ ഓക്കെ ആണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷനാണ്, മെഡിക്കലിൽ നമ്മൾ ഫിറ്റ് ആയാൽ മതി. പിന്നെ ഇതിൻ്റെ ടൈപ്പ് ഓഫ് കമ്മീഷനാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ TGC 142 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലോ അതല്ലെങ്കിൽ ഈ IMAയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതലോ നമുക്ക് ഈ പറയുന്ന പ്രൊബേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ ഷോ സർവീസ് കമ്മീഷനിൽ ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന റാങ്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ SSC ആ ടൈമിൽ നമുക്ക് അതിൻ്റെ സീനിയോറിറ്റി അല്ലെങ്കിൽ പ്രൊമോഷൻ അങ്ങനെയുള്ള ബെനിഫിറ്റ്സോ കാര്യങ്ങളൊന്നും ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കണക്കാക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ പെർമനൻറ്റ് കമ്മീഷൻ ഇത് കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുള്ളി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെർമനൻറ്റ് കമ്മീഷനിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അത് ഈ പറയുന്ന ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന റാങ്കിൽ തന്നെയാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഡിലേ ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അലവൻസ് കാര്യങ്ങളൊക്കെ അവിടെ കട്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ആൻറ്റിഡേറ്റ് സീനിയോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ്, അതായത് 1 ഇയർ ആൻറ്റിഡേറ്റ് സീനിയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ 2025 ജോയിൻ ചെയ്യുന്നത് വിചാരിക്കുക. പക്ഷേ നമുക്ക് ഈ 1 ഇയർ ആൻറ്റിഡേറ്റ് സീനിയോറിറ്റി ലഭിക്കുമ്പോൾ നമ്മൾ 2024 ജോയിൻ ചെയ്തൊരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ. അതായത് സീനിയോറിറ്റി, പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ് ഓഫ് പേ അതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുന്നതാണ്. അത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ആൻറ്റിഡേറ്റ് സീനിയോറിറ്റി. ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ വെച്ചിട്ടാണ്, ഡെറാഡൂണിൽ വെച്ചിട്ടാണ്. 12 മാസമായിരിക്കും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലുള്ള ട്രെയിനിങ്ങിൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻസും ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നിങ്ങളതിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് വീക്ക്ലി പെർ വീക്ക് വെച്ച് നമുക്ക് 16,260 രൂപ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പ്രൊമോഷൻ സാധ്യത നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 56,100 രൂപ സ്റ്റൈപ്പൻ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതർ അലവൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഓൺലൈൻ അപേക്ഷയുടെ ഓപ്പണിംഗ് ഡേറ്റ് ഏപ്രിൽ 30 മുതൽ നിങ്ങൾക്ക് മെയ് 29 വരെയാണ് ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്. മെയ് 29 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GSC Legiland ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇന്ത്യൻ ആർമി TGC 142 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ താഴോട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി, TGC 142 എന്ന് അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്യുക അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പോസ്റ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലെ വാട്സപ്പ് ചാനൽ, ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് അത് ഓപ്പണായി കാണിക്കാം. നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പണായി കാണിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ക്യാപ്ച അടിക്കാനുള്ളൂ കേട്ടോ. ആ ക്യാപ്ച അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ക്യാപ്ച അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് കാണാം ഓൺലി ഫോർ ഓഫീസേഴ്സ് എൻട്രി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിൽ ID യൂസർ പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലെഫ്റ്റ് സൈഡ് രജിസ്ട്രേഷൻ എന്നാണ് ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട. താങ്ക്